ഹലോ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു മെഴുക്ക് പുരട്ടി റെസിപ്പിയാണ്. അപ്പോൾ പച്ച ഏത്തക്കായനെ കൊണ്ടുള്ള മെഴുക്ക് പുരട്ടിയാണ് ഞാനിന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടുന്ന സാധനമാണ് ഒരു ഏത്തക്കായ എടുത്തിട്ടുണ്ട്, പച്ച ഏത്തക്കായാണ്. പിന്നെ ഒരു സവാള, പിന്നെ 6-7 അല്ലി വെളുത്തുള്ളി അല്ലി, ഒരു പച്ചമുളക്, ഒരു തക്കാളി. അപ്പോൾ ഈ മെഴുക്ക് പുരട്ടിക്ക് എപ്പോഴും തക്കാളിയുടെ ഒരു ടേസ്റ്റ് ഉണ്ടാവുന്നത്, ആ ചെറിയ പുളി ഉണ്ടാവുന്നത് നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഈ ഏത്തക്കായ ഞാൻ മുറിക്കുന്നത് എങ്ങനെയാണെന്ന് വിചാരിച്ചാൽ വളരെ തിന്നായിട്ടാണ് നീളത്തിൽ ഞാൻ മുറിച്ചെടുക്കുന്നത്. അപ്പോൾ പച്ചക്കായെല്ലാം മുറിച്ചിട്ട് ഇതേപോലെ വളരെ തിന്നായിട്ടാണ് ഞാൻ മുറിച്ചെടുത്തത്. എല്ലാം വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ പച്ചക്കായ മുറിക്കുന്ന സമയത്ത് കൈക്ക് കറ പറ്റാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ആ സമയത്ത് 2 കൈയിലും വെളിച്ചെണ്ണ തടവിയിട്ട് ഈ പച്ചക്കായ മുറിക്കുകയാണെങ്കിൽ കൈക്ക് കറിയൊന്നും പറ്റില്ല കേട്ടോ. അപ്പോൾ നമ്മൾക്കിനി മെഴുക്ക് പുരട്ടി ആക്കാൻ തുടങ്ങാം. അപ്പോൾ ഇതുപോലൊരു പാത്രമാണ് ഞാൻ മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാൻ വേണ്ടി എടുത്തത്. അതൊന്ന് നമുക്കൊന്ന് ചൂടാക്കി എടുക്കാം. അപ്പോൾ ചൂടായ പാത്രത്തിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ വെളിച്ചെണ്ണയും കൂടെ ഒന്ന് ചൂടായി വരണോട്ടെ. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായി കിട്ടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് ചെറുതായി നീളത്തിൽ അരിഞ്ഞു വെച്ച മീഡിയം സൈസ് സവാള നമുക്ക് ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ വെളുത്തുള്ളി അല്ലി ചതച്ചതും കൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ആ ഒരു സമയത്ത് തന്നെയാണ് ഇട്ട് കൊടുക്കേണ്ടത്, എന്നാൽ അതിൻ്റെ ഫ്ലേവറെല്ലാം അതിലേക്ക് ഇറങ്ങും. പിന്നെ ഒരു പച്ചമുളക് നീളത്തിൽ മുറിച്ചെടുത്തതും ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് നന്നായി നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ആ വഴറ്റിയെടുക്കുന്ന സമയത്ത് ഞാൻ ഇച്ചിരി ഉപ്പിടുന്നുണ്ട്. എന്നാൽ ഉള്ളി പെട്ടെന്ന് വഴണ്ട് കിട്ടും. അപ്പോൾ സവാള ചെറുതായി ഒന്ന് വഴണ്ട് കിട്ടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ഒരു മീഡിയം സൈസ് തക്കാളി നീളത്തിൽ മുറിച്ചത് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ തക്കാളി നന്നായി ഒന്ന് വേവിച്ചിട്ട് എടുക്കാം നമുക്ക്. അപ്പോൾ ആ സമയത്ത് ഞാൻ കായ്ക്കും കൂടെ വേണ്ടുന്ന ഉപ്പ് കൂടി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. കല്ലുപ്പാണ് ചേർക്കുന്നത്. ഇത്ര ഉണ്ട്, എന്നാൽ തക്കാളിയും പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ കായ്ക്കും കൂടെ വേണ്ടുന്ന ഉപ്പ് ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഇപ്പം തന്നെ കല്ലുപ്പ് ചേർത്ത് കഴിഞ്ഞാൽ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ അതിൽ നന്നായി അലിഞ്ഞ് കിട്ടും. അതിൻ്റെ പേരിലാണ് ഇപ്പം ഞാൻ തന്നെ ഉപ്പ് ചേർത്തത്. അപ്പോൾ നമുക്ക് ഈ തക്കാളിയെല്ലാം നന്നായി ഒന്ന് വേവിച്ചെടുക്കാം. തക്കാളിയെല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾക്ക് ചെറുതായി നീളത്തിൽ മുറിച്ച കായിൻ്റെ കഷ്ണം ഇട്ട് കൊടുക്കാം. അപ്പം ഞാൻ വെള്ളത്തിലിട്ട് വെച്ചത് അത് വെള്ളത്തിൽ നിന്ന് മാറ്റിയിട്ടില്ല കേട്ടോ. വെള്ളത്തിൽ നിന്ന് മാറ്റി കഴിഞ്ഞാൽ അത് കായ് ഒരു കറുത്ത കളറ് വരും. ഇനി നമ്മൾക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ തീ കുറച്ച് വെച്ചിട്ടാണ് ഉള്ളത്. തീ കുറച്ച് വെച്ചിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. അപ്പോൾ കായ് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതെല്ലാം നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം. 1/4 ടീസ്പൂണിൻ്റെ പകുതിയാണ് മഞ്ഞൾപ്പൊടി ചേർക്കുന്നത്. അതുപോലെ തന്നെ ചെറിയൊരു കളറിന് വേണ്ടിയിട്ട് എരിവില്ലാത്ത മുളക് പൊടിയും ചേർക്കുന്നുണ്ട്, ചുവന്ന മുളക് പൊടി. അപ്പോൾ ഇത് നമ്മൾക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തെടുത്തതിന് ശേഷം വളരെ ചെറിയ തീയിലിട്ടിട്ട് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാൻ. അപ്പോൾ ഇത് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. കായ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്കിതെല്ലാം ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത്, അല്ലെങ്കിൽ കായ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഉപ്പൊക്കെ കറക്റ്റായിട്ടുണ്ട്. ഞാൻ ആ ഉള്ളി വഴറ്റുന്നതിൻ്റെ ഇടയിൽ തന്നെ ഉപ്പിട്ട് കൊടുത്തതുകൊണ്ട് കായ്ക്കൊക്കെ നന്നായി ഉപ്പ് പിടിക്കും. അപ്പോൾ നമുക്കിത് ചെറിയ തീയിലിട്ട് തന്നെ അടച്ചു വെക്കാം. അപ്പോൾ മെഴുക്ക് പുരട്ടിയെല്ലാം റെഡി ആയിട്ടുണ്ട്. കായൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. വളരെ തിന്നായിട്ടാണല്ലോ കായൊക്കെ മുറിച്ചെടുത്തത്. അപ്പോൾ ഈ സ്പൂൺ കൊണ്ട് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് നോക്കിയാൽ അതിങ്ങനെ മുറിഞ്ഞ് വരും. അപ്പോൾ അത് നന്നായിട്ടൊന്ന് പാകമായി വന്നിട്ടുണ്ട്, കണ്ടില്ലേ? അപ്പോൾ അടിക്ക് പിടിച്ചിട്ടോ കരിഞ്ഞിട്ടോ ഒന്നുമില്ല. ഞാൻ ഇടയ്ക്കിടയ്ക്ക് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു, കണ്ടില്ലേ?
നല്ല പോലെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഉപ്പൊക്കെ വളരെ കറക്റ്റായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ വീഡിയോയ്ക്ക് ഒരു ലൈക്കും കൊടുക്കണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ വരുന്നത് വരെ എല്ലാവർക്കും ബൈ.